അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ് വിശേഷങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും يومان يلعبون فيهما فقال لقد أبدلكم الله تعالى بهما خير منهما يوم الفطر والأضحى. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അവർ കളിചിരികളിൽ മുഴുകുന്ന ആഘോഷമാക്കുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങൾക്ക് പകരം ഇതിനേക്കാൾ ഉത്തമമായ 2 ദിവസങ്ങൾ നൽകിയിരിക്കുന്നു. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണത്. 2 പെരുന്നാളുകളാണത്. പെരുന്നാൾ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ, കളിച്ചിരികളുടെ, ഉല്ലാസത്തിന്റെ, ആനന്ദത്തിന്റെ ദിവസങ്ങളാണ്. മദീനയിൽ അവർ ആഘോഷത്തിൽ മുഴുകിയിരുന്ന 2 ദിവസങ്ങൾക്ക് പകരം ആഘോഷിക്കാൻ അള്ളാഹു നൽകിയ ദിവസങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈദുൽ ഫിത്തറിനെയും ഈദുൽ അദ്ഹയെയുമാണ്. ഈ 2 പെരുന്നാളുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, വലിയ ആഹ്ലാദത്തിന്റെ, ആഘോഷത്തിന്റെ ദിവസങ്ങളാകണം. മാതാപിതാക്കളെയും മക്കളെയുമെല്ലാം കൂടെ കൂട്ടി കുടുംബ സന്ദർശനങ്ങളും ഉല്ലാസയാത്രകളും ആനന്ദകരമായ, അനുവദനീയമായ മറ്റു ആഘോഷങ്ങളുമായി ഈ ദിവസത്തെ മനോഹരമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കുറിച്ച് പറയുന്നു, കാന അസ്ഹാബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖൗ യൗമൽ ഈദി യഖൂലു ബഅ്ദുഹും ലിബഅ്ദിൻ തഖബ്ബലല്ലാഹു മിന്നാ വമിൻക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഈദിന്റെ ദിനത്തിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻക, ഞങ്ങളിൽ നിന്നും നിന്നിൽ നിന്നുമെല്ലാം അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന്. ഈദ് മുബാറക് എന്ന് വ്യാപകമായി ഇന്ന് ആളുകൾ ആശംസ പറയാറുണ്ട്. സ്വഹാബികൾ ആശംസാ വചനമായി ഉപയോഗിച്ചിരുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു വാചകമായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നമസ്കാരത്തിന് പുറപ്പെടുകയും തിരിച്ചു വരികയും ചെയ്തിരുന്നത് വ്യത്യസ്ത വഴികളിലൂടെയായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാൽ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമു ഈദിൻ ഖാലഫ ത്വരീഖ. വ്യത്യസ്ത വഴികളിൽ പോകുന്നത് ഒരു വഴി, തിരിച്ചു വരുന്നത് മറ്റൊരു വഴി. കാണുന്ന ആളുകളോടെല്ലാം പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേരാം, അവരെ കണ്ട് സന്തോഷം പങ്കിടാം. 2 വഴികളിലൂടെയാവുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ വെച്ച്, പള്ളിക്ക് പുറത്ത് വെച്ച്, തുറന്ന സ്ഥലത്ത് വെച്ചായിരുന്നു 2 പെരുന്നാൾ നമസ്കാരങ്ങളും നിർവഹിച്ചിരുന്നത് എന്ന് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്ർ വൽ അദ്ഹ ഇലൽ മുസല്ല. മുസല്ലയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ 2 പെരുന്നാൾ നമസ്കാരത്തിനും പോയിരുന്നു എന്നാണ്. തുറന്ന മൈതാനി, ഓപ്പണായ സ്ഥലം, അവിടെ വെച്ചായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പെരുന്നാൾ നമസ്കാരം. വിശ്വാസി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് മുസല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തെരഞ്ഞെടുത്തത്. ഇന്ന് അതിന് ഈദ്ഗാഹ് എന്ന പേരാണ് വിളിക്കപ്പെടുന്നത്. ആ പേരിലാണ് മുസല്ല ഇന്ന് പ്രസിദ്ധമായതും. ആരെല്ലാമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസല്ലയിലേക്ക് പോയിരുന്നത്? ആരോടെല്ലാമാണ് മുസല്ലയിലേക്ക്, തുറന്ന മൈതാനിയിലേക്ക്, പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താൻ പറഞ്ഞത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലത്ത് ഉമ്മു അത്തിയ ഉമിർന അൻ നഖ്റുജ فنخرج الحيض والعواتق وذوات الخدور قال ابن عون أو العواتق ذوات الخدور فأما الحيض فيشهدن جماعة المسلمين ودعوتهم ويعتزلن مصلاهم. ഉമ്മത്തിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, ആർത്തവകാരികളായ സ്ത്രീകളെയും യുവതികളെയും രഹസ്യമുറികളിൽ ഇരിക്കുന്ന സ്ത്രീകളെയും മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. എന്നാൽ ആർത്തവകാരികൾ മുസ്ലിങ്ങളുടെ സംഘത്തിൽ പങ്കെടുക്കും, അവരുടെ പ്രാർത്ഥനയിലും പങ്കെടുക്കും. നമസ്കാര സന്ദർഭത്തിൽ
നമസ്കാര സ്ഥലത്ത് നിന്നും അവർ അകന്നു നിൽക്കും. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നതും തിരിച്ചു വന്നിരുന്നതും നടന്നുകൊണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഇലൽ ഈദി മാഷിയൻ ഫയർജിഉ മാഷിയൻ. നമസ്കാരത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും നടന്നിട്ടാവുമ്പോൾ ഓരോ കാലടിപ്പാടുകൾക്കും പ്രത്യേക പ്രതിഫലം ലഭിക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. ഇന്ന് നടക്കാനെത്തുന്ന ദൂരത്തുള്ള പള്ളികളിലേക്ക് പോലും വാഹനങ്ങളിൽ പോകുന്ന ആളുകളാണ് പലരും. നടത്തത്തിന്റെ പ്രതിഫലം അതിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നടന്നുകൊണ്ട് പോവുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എவ்விധമാണോ പെരുന്നാളിനെ ഉൾക്കൊണ്ടത് അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം. പരമാവധി പ്രതിഫലം ആഘോഷത്തെ ആരാധനയാക്കി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കും.